ഗൈസ് ഞാനും ചാനലിൻ്റെ രാവിലെ തന്നെ നമ്മുടെ നമ്മളെ ഈ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. സോ ഞാനും ചാനൽ നേരെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു വണ്ടി എടുത്താൽ കൊള്ളാമെന്നുണ്ട്. സോ ഞാൻ ചാർലീനെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പോവാണ്. എടാ നീ ഏത് വണ്ടി എടുക്കാനാണ് പ്ലാൻ ഇട്ടേക്കണേ? എടാ അതൊക്കെ സർപ്രൈസാണ്, നീ വാ. ഇപ്പം നമ്മൾ എന്തൊക്കെയായാലും വീട്ടിൽ പോയിട്ട് പൈസ എടുത്തിട്ട് നമുക്ക് പോവാം. ഓക്കേടാ, ഓക്കെ. ആഹാ എടാ നമുക്ക് എടാ നമുക്ക് വിടാം. എടാ ഈ ചാനൽ നിൻ്റെ പുതിയതാ? അതെ, ഈ ചാനൽ എൻ്റെ പുതിയതാ. എടാ അത് എല്ലാവരുടെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. അവൻ പറഞ്ഞത് ഇതല്ലേ, എല്ലാവരും ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. നമുക്കൊരു 100K അടിക്കണമെന്നാണ് ഒരാഗ്രഹം. സോ ഇപ്പോൾ 0 ആണെന്ന് തോന്നുന്നു. അതെ 0 ആണിപ്പോൾ. സോ മൈ ഫസ്റ്റ് വീഡിയോ ആണിത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടാ? സോ ഗൈസ് നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്ന് ഈ കാർ ഫോർസിൽ വേറൊരു വണ്ടിയും കൂടി വരും. ഓക്കെ അപ്പോൾ സെറ്റാ. സോ ഞാൻ എന്തൊക്കെയാലും പോയി എടുത്തുകൊണ്ട് പറ്റേ. ഹെൽമെറ്റ് അവിടെ ഇട്ടുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ, ഹെൽമെറ്റ് ഒന്ന് വരട്ടെ. ഓക്കെ എടാ നീ ഇവിടെ വെയിറ്റ് അല്ലെങ്കിൽ നീ വാടാ. എടാ ഇല്ല നീ വിട്ടാ. ശരി എന്നാൽ നീ ഇവിടെ വെയിറ്റ്, ഞാൻ വരാം. അവൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു വരില്ല, അവനൊരു ഇതാ. ഓക്കെ. അയ്യോ അമ്മച്ചി, അമ്മേ എൻ്റെ തല അയ്യോ അമ്മച്ചി, എൻ്റെ തല പോയേ. ഓക്കെ നമുക്ക് എന്തൊക്കെയായാലും മേളിലേക്ക് കയറിപ്പോവാം. അവൻ്റെ അടുത്ത് പറയണ്ട, അവൻ എന്നെ കളിയാക്കും. എന്താണ് അവിടെ ഒരു ശബ്ദം? ഒന്നുമില്ല. സോ ഗൈസ് നമുക്ക് എന്തെങ്കിലും ഓക്കെ പൈസ എടുക്കട്ടെ. ഓക്കെ പൈസ നമ്മൾ എടുത്തിട്ടുണ്ട്, സെറ്റാണ്. ഏകദേശം 5 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് നമ്മൾ. 5 ലക്ഷം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ വണ്ടി ഏതാണ്. സോ നമുക്ക് എന്തെങ്കിലും പോവാം കേട്ടോ. അവിടെ വാ. അതെന്താടാ ബാഗിൻ്റെ അടുത്ത്? ഓക്കെ നമുക്ക് പോവാം കേട്ടോ ഗൈസ്. ഓക്കെ പോവാം, ലെറ്റ്സ് ഗോ. നമുക്ക് എന്തൊക്കെയാലും പോവാം. ഓക്കെ സോ എടാ എന്നാലും നീ പറഞ്ഞില്ലല്ലോ ഏത് വണ്ടിയാണ്. എടാ ഞാൻ പറഞ്ഞില്ല, സർപ്രൈസ്. എടാ നിൻ്റെ ശബ്ദത്തിന് എന്തെങ്കിലും പറ്റിയായിരുന്നോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ അപ്പോൾ ഒരു ബാസ് ശബ്ദം തോന്നിയേ. അങ്ങനെ എന്തെങ്കിലും എന്തായിരുന്നു നമുക്ക് എന്തൊക്കെയായാലും ഷോറൂമിലേക്ക് പോവാം. ഒരു വണ്ടി എടുക്കണ്ടേ. സോ നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. സോ അതേ നമ്മുടെ ഷോറൂം എത്താറായി. ഇതേ ലാക്കാണുന്നതാണ് ഷോറൂം, ദക്കാണുന്നതാണ് ഷോറൂം. എടാ കൺസ്ട്രക്ഷൻസ് ആയിട്ട് കുറേ ആയിട്ട് അവിടെ ഉണ്ടല്ലോ, അതൊന്നും പണി തീർക്കാത്ത. എടാ അതെന്തോ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇത്. അപ്പോൾ ഇത് പണി നിർത്തി വെച്ചേക്കുക ഇപ്പോൾ. അതെ പണി നിർത്തി വെച്ചേക്കുക. അങ്ങനെയാണോ? ഓക്കെ. സോ നമുക്ക് അകത്തേക്ക് കയറാം കേട്ടോ ഗൈസ്. അത് ഞാനല്ലേ പറയണ്ടേ? അതാ നീ പറഞ്ഞു. സോ നമുക്ക് അകത്തേക്ക് കയറാം കേട്ടോ ഗൈസ്. ഇതാണ് ഞാൻ എടുക്കാൻ പോണ വണ്ടി. അയ്യേ ഓമനിയാ. എന്താ ഓമനിക്ക് പ്രശ്നം? ഓമനിക്ക് എന്താണ് പ്രശ്നം? അല്ല പ്രശ്നമൊന്നുമില്ല, നിൻ്റെ ഒരു ആഗ്രഹമല്ലേ, നീ എടുത്തോ. എന്നാൽ സീനല്ലേ. എടാ നിനക്ക് എന്നാലും ഒരു സൂപ്പറൊക്കെ എടുത്തുകൂടായിരുന്നോ? പൈസ നിൻ്റെ ഡോഡി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ. അല്ല ഇല്ല, എന്നാലും എടുക്കാറുള്ളൂ. ഒരു ലോണൊക്കെ കൊടുത്ത്. ലോണിൻ്റെ ഡാഡി കിട്ടുമോ? ശരി, നിന്നോട് തർക്കിക്കാൻ ഞാനില്ലേ. നീ ആ വണ്ടി എടുത്ത് പോരെ കേട്ടോടാ. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ പുതിയ വണ്ടി. സോ ഈ വണ്ടിയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. എടാ നമ്മൾ വിക്ടറിൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ ആ കാര്യം പറഞ്ഞു. സോ അവൻ്റെ അടുത്ത് പറഞ്ഞായിട്ട് അവന് ഈ എന്തെങ്കിലും മേടിച്ച് അവൻ ഭയങ്കര പിണക്കായിരിക്കും. സോ ഞാൻ വരാൻ നേരത്തെ പിണക്കായിരിക്കും എന്ന് തോന്നുന്നു. ജാർഖണ്ഡിലേക്ക് നാളെ എത്തും. നാളെ എത്തും. അപ്പോൾ നമുക്ക് പോവാട്ടോ ഗൈസ്. എന്തൊക്കെയായാലും നമ്മുടെ വണ്ടി സീനാട്ടോ. ഓടിച്ചിട്ട് കുഴപ്പമില്ല. കുറച്ച് കയ്യിൽ നിൽക്കൂല എന്നുള്ള ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ചെറുതായിട്ട് കയ്യിൽ നിൽക്കണില്ല വണ്ടി. അതൊരു പ്രശ്നമാണ്. നല്ല സീനില്ല, നമുക്ക് ഓടിക്കാം, നമ്മളല്ലേ. ഇത് എത്ര സ്പീഡാ പോണെ. സീൻ സാധനം കേട്ടോ. സീൻ വണ്ടി. കൺട്രോൾ ചേട്ടാ മാറിക്കോ. കയറ്റി കൊടുത്തു. അവിടെ സത്യം കൺട്രോൾ ഇല്ല. പുതിയ വണ്ടിയായിരുന്നു. അയ്യോ
ഇത് റിപ്പയർ ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ആ വാതിൽ ഇത് പോയി തോന്നുന്നു, ലോക്ക് പോയി തോന്നുന്നു കേട്ടോ. എന്തോ പ്രശ്നമായിട്ട് വാതിൽ ലോക്ക് പോയിന്നാണ് തോന്നുന്നത്. ലോക്ക് ഇത് മാറ്റേണ്ടി വരും. ഒരു മിനിറ്റ്. സൗണ്ട് കുഴപ്പമില്ല അല്ലേ? നമുക്ക് എന്തൊക്കെയാലും വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. വേറൊരു ലോക്ക് എന്താ പോയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് സീനാക്കാം, സെറ്റാക്കാമല്ലോ. നമുക്കും കുറച്ച് മെക്കാനിക്കൽ വഴി അറിയാം. നമ്മുടെ പപ്പട പണ്ടത്തെ വേണ്ടി നമ്മളിപ്പോൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്പ്ലെൻഡർ പുറകിൽ. സോ ഓക്കെ, സെറ്റാണ്. ഓക്കെ, നമുക്കെന്തൊക്കെയാലും ഈ വാതിൽ സീനാവും. ഞാൻ തിരിച്ചു പോവേ. അവൻ വന്നില്ല ഇതുവരെ. അവൻ ചിലപ്പോൾ വരുന്നത് കാണുമെന്ന് ഞാൻ കേട്ടില്ല. ഞാനൊന്നും അവിടെ നിർത്തിയായിരുന്നേ ഒരു സമൂസയും പപ്സും കഴിക്കാൻ. സമൂസയും നാരങ്ങകളിലും പപ്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയായിരുന്നു. ശരി, ഞാൻ മടുത്തൂടാ. നമുക്കിവിടെ കുറച്ച് ഇരിക്കാം, അല്ലെങ്കിൽ കിടക്കാം, അല്ലെങ്കിൽ വീണ്ടും ഇരിക്കാം, അല്ലെങ്കിൽ കിടക്കാം, അല്ലെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ കിടക്കാം. സോ ഓക്കെ, നമുക്കെന്നാൽ ഒന്ന് പുറത്ത് പോയിട്ട് വന്നാലോ? അല്ലെങ്കിൽ ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വന്നു കേട്ടോ ഗൈസ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വന്നായിരുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെയായാലും ഇപ്പോൾ കിടക്കാൻ പോകണമെന്നാ ഇപ്പോൾ ഞാൻ എന്താ ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ, ഞാൻ കിടക്കാൻ പോകണോ അത് ഇവിടെ കിടന്നാൽ മതി, അല്ല മേളിൽ പോകണോ അതിങ്ങനെ കിടന്നാൽ മതി? അതാണ് ഞാനിപ്പോൾ ആലോചിക്കണത്. എന്ത് ചെയ്യുമെന്നാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, എന്തൊക്കെയായാലും ഞാൻ രാത്രി ആക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഇരുന്ന് രാത്രി ആയിട്ടുണ്ട്. സോ നമുക്കെന്നാൽ കിടക്കാം അല്ലേ? നമുക്ക് കിടക്കാം. എൻ്റെ പേര് വിക്ടർ. അതെ, അവൻ്റെ ഫ്രണ്ട്. അവൻ എന്നോട് പറയണം വണ്ടി എടുത്ത്. ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ ആ വണ്ടി കൊണ്ടുപോകും. അവൻ എന്നോട് പറയണം വണ്ടി എടുത്താൽ ഇതായിരിക്കും അവസ്ഥ. സോ ഞാൻ കൊണ്ടുപോകാൻ പോവാ. കുറഞ്ഞ പൈസയും കൂടി എടുത്തേക്കാം. അതെ, നമ്മൾ പൈസ ഒക്കെ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് പോകാം. പിന്നെ വണ്ടിയും കൂടി നമ്മൾ എടുക്കുക. പിന്നെ വണ്ടി നമുക്ക് വേണം. പിന്നെ വണ്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് തന്നെ. വണ്ടി എടുക്കുക. അവൻ എന്നോട് പറയണം വണ്ടി എടുക്കൂലേ. ഇത് നമുക്ക് നേരെ എങ്ങോട്ട് കൊണ്ടുപോകും? എങ്ങോട്ടെങ്കിലൊക്കെ കൊണ്ടുപോകാം. നമുക്ക് നേരെ ലൈറ്റ് ഓഫ് ചെയ്യോ. നമുക്ക് എന്തൊക്കെയാലും ജുറാസിക് പാർക്കിലേക്ക് കൊണ്ടുപോയേക്കാം. അവിടെ ആണെങ്കിൽ അവിടെ ആരും കയറാത്ത സ്ഥലം. ധൈര്യമുള്ള ആൾക്കാരെ കയറില്ല. അവനാണെങ്കിൽ അത്രയും ധൈര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പോയി കയറും. സോ നമുക്ക് പോവാം. നമ്മൾ ജുറാസിക് പാർക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം സേനാണ്. എനിക്ക് കിച്ചൊക്കെ ആയിരുന്നു കുറച്ച് ദിവസം. ഇതിൻ്റെ അകത്ത് കയറാം നമുക്ക്. നമ്മുടെ കാര്യം നമ്മളെന്തൊക്കെയാണ് ഇവിടെ നമ്മുടെ അടുത്ത് പെയിൻറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. സോ പെയിൻറ്റും അടിക്കണം. ഇപ്പോൾ റെഡ് പെയിൻറ്റാണ് എൻ്റെ മനസ്സിലുള്ളത്. സോ നമുക്ക് ഏതെങ്കിലുമൊക്കെ പെയിൻ്റ് അടിക്കാം. റെഡ് പെയിൻ്റാണ്, റെഡും ഗ്രേയും ആണ് ഞാൻ വാങ്ങിയത്. റെഡ് അടിക്കാം. ഇതേ നമ്മുടെ പെയിൻ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബുള്ളറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. സോ ബുള്ളറ്റും എടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ പോവാട്ടോ. ഇനി ഒരു നേരം ഡൗട്ട് തോന്നാണ്ട് രീതിയിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ന പോലെ നിൽക്കാം. സോ നമുക്ക് വഴി ചെയ്തായിരുന്നു. അതേ അവിടെ കാണാം. അതല്ല വഴി. അതേ ഒന്ന് കണ്ട്. സോ നമുക്കിനി നോക്കണ്ട. എന്തൊക്കെയായാലും നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവരുടെ അടുത്ത് വരാൻ പറഞ്ഞ് വിളിക്കാം കേട്ടോ. പെട്രോൾ തീർന്നില്ലല്ലോ. എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. സോ നമുക്ക് ബുള്ളറ്റ് മാറ്റി വെക്കണം. കുറച്ച് സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കാം. അതായത് ട്രെയിൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ട്രെയിൻ ഇന്ന് പോവില്ല. നാളെ 11 മണിക്ക്. നമുക്കൊരു 9 മണിയാകുമ്പത്തേനും പറഞ്ഞ് വിളിക്കാം കേട്ടോ. ഓക്കെ, 9 മണിയാകുമ്പത്തേനും നമുക്ക് വിളിക്കാം. ഓക്കെ, നമുക്കന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. വണ്ടി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പുറത്തെ സൈഡ് വെക്കാം നമുക്ക് വണ്ടി. ഓക്കെ, നമുക്ക് പോകാം കേട്ടോ. അതേ ഇവിടെ വെക്കാം.
രാവിലെ ആവുന്നേരം അവരുടെ വിളിച്ചാൽ മതി. കുറച്ച് രാവിലെ ആവട്ടെ, എന്നിട്ട് അവരുടെ വിളിക്കാം. അത്രയും നേരം നമുക്കിവിടെ ഇങ്ങനെ നിൽക്കാം. അല്ലാണ്ട് എന്ത് ചെയ്യാനാ? നമുക്കിങ്ങനെ നിന്നിങ്ങനെ ഓടിക്കളിക്കാം. എന്തെങ്കിലുമൊക്കെ ഓക്കെ, നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കാം കേട്ടോ. ഒന്ന് രാവിലെ ആവട്ടെ, എന്നിട്ട് അവരെ വിളിക്കാം. രാവിലെ ആയിട്ടുണ്ട്, നമുക്ക് എന്തൊക്കെയായാലും അവരെ വിളിക്കാം കേട്ടോ. സോ എൻ്റെ നമ്പർ പറഞ്ഞോ. ഓക്കെ. ഉള്ള ചാർലി വാടാ, ഞാനിവിടെ എത്തി. ആണോ? വരാം. എടാ നീ എന്താടാ? അവൻ വിളിച്ചായിരുന്നു, ഞാൻ വണ്ടി ഓടിക്കും, നീ അങ്ങോട്ട് മാറിയിരിക്കേ. ഓക്കെ എടാ പോവാം. പോവാം. വിട്. എടാ നിൻ്റെ കിച്ച് മാറിയില്ലേ? ഇല്ലടാ, അവൻ്റെ അടുത്ത് സംസാരിക്കാനായിരുന്നു കുറച്ച് ബാസാവും. ഇപ്പം പിന്നെ എൻ്റെ ഇങ്ങനെയാണ്. എന്നാൽ കിച്ച് മാറ്റാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ? ഇപ്പം ഇല്ലടാ, നിൻ്റെ സൗണ്ട് അവൻ്റെ സൗണ്ട് കേൾക്കാൻ പോലെയുണ്ട്. എന്നെ അവൻ വിളിച്ചപ്പോൾ ഇല്ലേ, അവൻ്റെ സൗണ്ട് നിൻ്റെ സൗണ്ട് പോലെ കേൾക്കാനുണ്ട്. എനിക്ക് ഡൗട്ട് അടിച്ചു, ഇത് ചാർലിയാണോ വിളിക്കണത് വിക്ടറാണോ? അവനക്കും കിച്ചാന്ന് തോന്നുന്നു. കിച്ച് തൊണ്ടയിൽ കിച്ച്. എടാ ട്രെയിൻ എത്തിയിട്ട് അവൻ വന്നില്ലേ? വന്ന് കാണൂടാ, നീ നിൽക്ക്. അതേ അവൻ എത്തിയല്ലോ. എടാ കേറ്. എടാ കേറ. സോറി കുറച്ച് നീങ്ങിയിരുന്നാടാ ചാർലി. സോറി. എടാ ചാർലി നീയല്ലേ? സോറി. എടാ നീ ഒന്ന് കുറച്ച് നീങ്ങിയിരുന്നേ. ഓക്കെ. അയ്യോ ഓക്കെ, നമുക്ക് എന്തൊക്കെയാ പോയാലോ? ഓക്കെ പോവാം. എടാ നിന്നെ ട്രിപ്പ് എപ്പോഴാടാ? ട്രിപ്പല്ല, സോറി, പാർട്ടി എപ്പോഴാ? അത് നമുക്ക് വൈകുന്നേരം സെറ്റാക്കാം. വൈകുന്നേരമോ? അതെ വൈകുന്നേരം. എന്ത് പാർട്ടിയാടാ? എടാ നീ അറിഞ്ഞില്ലേ, ഇവനൊരു വണ്ടി വാങ്ങി. വണ്ടിയോ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോടാ. എടാ അതൊക്കെ പെട്ടെന്നാർന്നേ, അതുകൊണ്ട് പറയാനൊന്നും പറ്റില്ല. ഞാൻ പെട്ടെന്ന് എടുത്ത തീരുമാനം. ഇന്ന് രാവിലെ അവനെ വിളിച്ചുകൊണ്ട് വണ്ടി എടുക്കാൻ പോയി. എന്നെ പെട്ടെന്ന് വീട്ടിൽ വിടറോ. ഫുൾ ടയർഡ്, ഒന്ന് ഉറങ്ങണം, ഒന്ന് ഫ്രഷായിട്ട് ഉറങ്ങണം. പൊക്കോണ്ടിരിക്കുമല്ലോ, നീ വെയിറ്റ് ചെയ്യ്. എടാ അത് എൻ്റെ വീട്ടിലേക്കാണോ പോണേ? നീ അവൻ്റെ വീട്ടിലേക്ക് വിടുക. എൻ്റെ വീട്ടിലേക്കല്ലോ നീ വിടണ്ടേ? എടാ നിനക്ക് കിച്ചാട്ടോ. അതൊക്കെ കുറേ ദിവസമായി. വിക്സ് ഗുളികൊന്നും ഇല്ല എൻ്റെ അടുത്ത്. സോ ഗൈസ്, അവൻ്റെ വീട് എത്താറായിട്ടുണ്ട് കേട്ടോ. ഇതാണ് അവൻ്റെ വീട്. അവിടെ റോങ് വേയിലാട്ടോ നീ പോണേ. അതൊന്നും കുഴപ്പമില്ല, വിട്. നിന്നെ വീട്ടിൽ വിട്ടിട്ട് പോവാ ഞാൻ. എടാ കയറ. ഇല്ല, പിന്നെ ഒരു കിലോ ശരിടാ, എന്നാ ഞാൻ വിടുക. ബൈ. സോ നമുക്ക് എന്തൊക്കെയാലും പോകട്ടെ. പോവാം. അയ്യോ സോറി. എടാ എൻ്റെ വണ്ടിയാ, നീ കുറേ ദിവസമായിട്ട് ഇരുന്ന് തട്ടി ഇതാക്കി. നമ്മൾ എന്തൊക്കെയാണ് അവൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇതാണ് അവൻ്റെ വീട്. അറിയാമല്ലോ, ഞാൻ രാവിലെ വിളിച്ചുകൊണ്ട് വന്നത് ഇവിടെ നിന്നാണ് അവനെ. എന്തൊക്കെയായാലും അവൻ്റെ വീട്ടിലേക്ക് പോയിട്ട് നോക്കുന്നത്. അയ്യോ ഓക്കെ. ഇത് അവൻ്റെ വീട്ടിലേക്ക് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവൻ്റെ ഡിഫൻഡർ സീനാണ്. എടാ രാവിലെ നിൻ്റെ സൂപ്പർ കണ്ടില്ലായിരുന്നു, എവിടെയായിരുന്നു? സർവീസിന് പോയേക്കുമായിരുന്നുടാ. എൻ്റെ കിച്ചിൻ്റെ ഒരു പ്രശ്നം ഉണ്ട് ഇപ്പോൾ. അത് വീട് അത് ഞാൻ വിട്ടു. വാ ശരിടാ വാ. ഞാനല്ലേ വിളിക്കണ്ടേ? ആര് വിളിച്ചാലും എന്താ, നമ്മുടെ വീടല്ലേ. അതെ. കുറച്ച് നേരമായില്ലടാ. ശരിയെന്നാ ഞാൻ പോവാ. എനിക്ക് ഒരു പരിപാടിയുണ്ട്. എനിക്കൊരു വാൾപേപ്പറൊക്കെ ഒട്ടിച്ചാലോ എന്ന് ഒരാഗ്രഹമുണ്ട് ഓമിനിയിൽ. നല്ല കാര്യം. നീ ഒട്ടിച്ചോ. ശരി. നല്ലതല്ലേ ഒട്ടിക്കുന്നത്? ഏത് കടയാണ് നല്ലത്? അവിടെ ഒരു കടയുണ്ട്. ആ കടയാണ് സീന്. അവിടെ ഒരു ഓറഞ്ച് ബിൽഡിങ്. ഏത്? മറ്റേ ഈ കടയാണ്, മറ്റേ ബ്ലൂ കളർ വാതിലൊക്കെ ഉള്ള, ഗേറ്റൊക്കെ ഉള്ള. അത് തന്നെ. അതിൻ്റെ പേരെന്താ? ഇന്ത്യൻ കസ്റ്റംസോ എന്തോ എൻ്റെ പേരുണ്ട്, അങ്ങനെ ഒരു പേരുണ്ട്. സോ അതിൽ വിട്ടോ, അതാണ് നല്ലത്. ശരി. സോ ഗൈസ്, നമ്മൾ അവൻ്റെ അടുത്ത് നിന്ന്
പറഞ്ഞു വിട്ടിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ ടാസ്കി വിളിക്കണം. സോ നമുക്ക് എന്തൊക്കെയാലും വിളിക്കാം. സോ ടാസ്കിനൊന്ന് വിളിക്കട്ടെ കേട്ടോ. ജസ്റ്റ് ഒരു മിനിറ്റ്, ടാസ്കിനൊന്ന് വിളിക്കട്ടെ. ഓക്കെ 0. ഓക്കെ ഓക്കെ ബ്രോ. വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നാൽ മതിയായിരുന്നു. ഓക്കെ, എന്നാൽ നമ്മുടെ ടാക്സി എണ്ണം വന്നിട്ടുണ്ട്. സോ നമുക്ക് കയറാം. ഇതിൻ്റെ ഈ സൈഡിലാട്ടോ ഗൈസ്. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെയാലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് എന്തൊക്കെയാലും പോവാം. ഹലോ അണ്ണാ, എങ്ങോട്ടാണോ പോകണ്ടേ? എടാ നിനക്കതറിയോ? ഏതാ അവിടെ നിനക്ക് ഞാൻ വഴി പറഞ്ഞുതരാം, നീ വിട്ടോ. ഓക്കെ ആണ്. ഓക്കെ. ശരി വിട്. ഇങ്ങോട്ട്. അങ്ങോട്ട് നേരെ വിട്ടോ. നേരെ കാണുന്ന വീടാ. ഏതാണോ? അതാണോ? അത് തന്നെ. ഇത് തിരിക്കടാ. തിരിക്ക്. ഇവിടെ നിർത്തിക്കോ. നിർത്തടാ. നിൻ്റെ വണ്ടിക്ക് ബ്രേക്കില്ല അല്ലേ? ബ്രേക്കിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ശരിയാക്കിക്കോ. ഓക്കെ, ബായ്. പുള്ളി അയ്യോ, ഇത്രയും പെട്ടെന്ന് പോയോ? ഓക്കെ, നമുക്ക് എന്തൊക്കെയാലും വീട്ടിലേക്ക് കയറാം. ഓക്കെ. എടാ, നമ്മുടെ ഓമിനി എന്തിയേ? അയ്യോ, ഞാൻ വന്ന് പാർക്ക് ചെയ്തത് ഇവിടെ തന്നെയല്ലേ? അതെ, ഇവിടെ തന്നെയായിരുന്നു നമ്മൾ പാർക്ക് ചെയ്തതെന്ന് ഓർക്കട്ടെ. അതെ, ഇവിടെ തന്നെയായിരുന്നു പാർക്ക് ചെയ്തത്. ബൈക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, അവിടെ ഓമിനി എവിടെ പോയി? ഇനി നമ്മൾ പുറകിൽ വല്ലതുമാണോ പാർക്ക് ചെയ്തത്? വഴിയില്ല, നമ്മൾ ഇവിടെ തന്നെയല്ലേ പാർക്ക് ചെയ്തത്. എന്നാലും പുറകിലേക്കൊന്ന് പോയി നോക്കാം. ഇല്ലടാ, നമ്മൾ ഇവിടെ തന്നെ പാർക്ക് ചെയ്ത് വരിക. എനിക്കൊരു ഓർമ്മയുണ്ട്. ഇവിടെ ഉണ്ടോ? ഇല്ല, ഇവിടെ ഇല്ലല്ലോ. എന്നാലും എവിടെ പോയി നമ്മുടെ വണ്ടി? കള്ളന്മാർ വല്ലതും? അല്ല. ഓക്കെ, നമുക്ക് പോസിറ്റീവ് ചിന്തിക്കാം. നമുക്ക് എന്തൊക്കെയായാലും ഒന്ന് പോലീസ്, നമുക്ക് ചാർലീനെ ഒന്ന് വിളിക്കാമല്ലോ. ചാർലീനെ ഒന്ന് വിളിച്ചാലോ ഗൈസ്? എങ്ങനെയാ? ചാർലീനെ ഒന്ന് വിളിച്ചാൽ കൊള്ളാമെന്നുണ്ട് എനിക്കാണെങ്കിൽ. എന്ത് ചെയ്യുമെന്നാണ് ഇപ്പം ഞാൻ ആലോചിക്കണേ. ഒന്ന് ചാർലീനെ വിളിച്ചേക്കാം. ഹലോ, അവൻ പറഞ്ഞത് നീ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാനാണ് അവൻ പറയുന്നത്. പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അത്രയും ഈസി? അവിടെ എന്തൊക്കെയായാലും ഒരു മോഷണമല്ലേ നടന്നേക്കണം, അതാ സേഫ്. നമുക്ക് എന്തൊക്കെയായാലും അവൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് തന്നെ കൊടുക്കാം. നമ്മുടെ ഈ ബൈക്ക് എന്നാലും നമ്മുടെ പുതിയ ഓമിനി ആറിന് അടിച്ചുകൊണ്ട് പോയേ? അടിച്ചുകൊണ്ട് പോയവൻ തലയിടുത്തി വീണേ ദൈവമേ. അത് വീട്, നമുക്ക് എന്തൊക്കെയായാലും പോവാം. ഓക്കെ. ഗേറ്റ് തുറക്കം പറ്റാന്ന്, എനിക്ക് പോയിട്ട് വേറെ കാര്യമുണ്ട്. പോവാം, ഒന്നും നോക്കണില്ല. സോ അതൊക്കെയാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സോ പരാതിയൊക്കെ പറഞ്ഞായിരുന്നു. ആദ്യം ഇവിടെ പറഞ്ഞു നോക്കാം. സാറേ, എൻ്റെ പോലീസ് അടിച്ചുകൊണ്ട് പോയി സാറേ. അയ്യോ സോറി, കള്ളൻ അടിച്ചുകൊണ്ട് പോയി സാറേ. ഒന്ന് നോക്കുമോ? ഇവൻ്റെ ഒക്കെ ഒരു ഇത്. ശരി, വരാടാ. ഓക്കെ സാറേ, വാ സാറേ. എടാ, വണ്ടി എടുത്തോ. എന്തോടോ പറഞ്ഞു നീ? അല്ല സാറേ, ഞാൻ ഫോണിൽ സംസാരിച്ചതാ. നീ വണ്ടി ഓടിച്ച്? ഓക്കെ സാർ. എടാ, പോലീസിൻ്റെ സർക്കാർ വണ്ടിയാ ഡാ. ഉണ്ടാക്കല്ലേ എനിക്കറിയില്ല. സോറി സാറേ, സോറി. എടാ, ഇന്ന് സിറ്റി മൊത്തം എന്നെ ചുറ്റിക്കുമോ? എന്താ സാറേ? എടാ, നീ സിറ്റി മൊത്തം എന്നെ ചുറ്റിക്കുമോന്ന്? എന്താ സാറേ, ഇവിടം വരെ പോയിട്ട് വരാം സാറേ. എന്താ? ശരി. ഇതല്ലേ നിൻ്റെ വീട്? ഓമിനി എവിടെ ഉണ്ടായിരുന്നു സാറേ? ഇവിടെ സാറേ, ഞാൻ പാർക്ക് ചെയ്യണ സ്ഥലത്താണേ. ഇവിടെ ആയിട്ട് വരും. CCTV ഉണ്ടോ? ഉണ്ടായിരിക്കുമല്ലോ.
സോ ഗൈസ് നമ്മളെന്തൊക്കെയായാലും CCTV ഒക്കെ കാണിച്ചിട്ടുണ്ട്. സോ എന്തൊക്കെയായാലും നിങ്ങളെയും കൂടി ഒന്ന് CCTV കാണിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. സോ നമുക്ക് എന്തൊക്കെയായാലും CCTV കാണിക്കാം. സോ സോ എല്ലാവരും നമ്മുടെ ഇതൊക്കെ കണ്ടു എന്ന് തോന്നുന്നു. സോ പോലീസുകാർ പറഞ്ഞു നോക്കട്ടെ, നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, വണ്ടി കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഇതാക്കാമെന്ന് പറഞ്ഞു. അതേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. സോ എനിക്കൊരു ഐഡിയ, നമുക്കും കൂടി അങ്ങ് തപ്പാൻ ഇറങ്ങിയാലോ. എനിക്കെൻ്റെ വണ്ടി വേണം, എനിക്കെൻ്റെ വണ്ടി ആവശ്യമാണ്. അവൻ്റെ മുഖം കാണില്ല, CCTV ഇത് ബ്ലാക്ക് ആയതൊന്നും കാണില്ല, പിന്നെ മാസ്ക് ഇട്ടിട്ടുണ്ട് എന്തൊക്കെയായാലും. സോ നമുക്ക് എന്തൊക്കെയായാലും ഒന്ന് ടെറസിൽ കയറാം. എന്നാൽ ഇത്രയും നല്ല സ്ഥലത്ത് എങ്ങനെയാണ് എൻ്റെ വണ്ടി മോഷ്ടിക്കാൻ തോന്നിയത്? ഇത്രയും വണ്ടികളുണ്ട്, അതും ആ പാവപ്പെട്ട ഓമിനി എന്തിനാണ് മോഷ്ടിച്ചത്? സോ നമുക്ക് എന്തൊക്കെയാലും ഇറങ്ങാം. സോ ഗൈസ് ഇതാണ് നമ്മുടെ പുറകിൽ ശരിയാക്കിക്കൊണ്ടിരുന്ന വണ്ടി. സോ നമ്മൾ എന്തൊക്കെയായാലും ഇത് കണ്ടുപിടിച്ചിട്ടേ വരും. സോ നമുക്ക് പോവാം, ഒന്നും നോക്കണില്ല, നമ്മൾ പോയിട്ടൊന്നും നടന്നില്ല ഗൈസ്. എന്തൊക്കെയായാലും ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. സോ നമുക്ക് എന്തൊക്കെയായാലും വീട്ടിലേക്ക് പോവാം. സോ ഈ വണ്ടി മുമ്പിൽ വെക്കണ്ട, ഇനി ഇത് അടിച്ചുകൊണ്ട് പോയാൽ പോയി. ഇതിന് കുറച്ച് മൈലേജ് ഉള്ളത് ഇതിനാണ്, പെട്രോൾ ചാർജ് കുറച്ചേ ഉള്ളൂ. സോ നമുക്ക് ഈ വണ്ടി തന്നെ പുറകിൽ കൊണ്ടുവയ്ക്കാം, ഇവിടെ വെച്ചാൽ സീനാവും. എന്നാലും എൻ്റെ വണ്ടി ആർക്കടിച്ചു മാറ്റാൻ തോന്നിയെന്നാണ് ഞാൻ ആലോചിക്കണേ. സോ ഗൈസ് എന്നാലും എന്ത് കഷ്ടമല്ലേ. ഇത് തന്നെ ഇപ്പോൾ ഒരു ലോങ് വീഡിയോ ആയെന്ന് എനിക്കൊരു ഡൗട്ടില്ലാതില്ല. സോ എന്തൊക്കെയായാലും നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗമുണ്ട്. സോ ബൈ.